ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ഈഡൻ TV നടത്തുന്ന ഈ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൂന്നാമത്തെ പാഠമാണ്, ക്രിസ്തുവിലുള്ള ഐക്യം എന്നുള്ളതാണ്. എൻ്റെ മനഃപ്പാഠവാക്യം: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 1:10 വാക്യമാണ്. ഇവിടെ ആമുഖത്തിൽ പറയുന്നത്, പല മൃഗങ്ങളും അവർ കൂട്ടമായി ജീവിക്കുന്നു. അതില് ചിമ്പാൻസികളെ കുറിച്ച് പറയുന്നുണ്ട്, ചെന്നായ്ക്കളെ കുറിച്ച് പറയുന്നുണ്ട്, ഡോൾഫിനുകളെ കുറിച്ച് പറയുന്നുണ്ട്, ഉറുമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. വിവിധ രൂപത്തിലുള്ള വിവിധ വലിപ്പത്തിലുള്ള മൃഗങ്ങളൊക്കെ കൂട്ടമായി ജീവിക്കുന്നുണ്ട്. അവർ കൂട്ടമായി ജീവിക്കുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ കലഹങ്ങളുമുണ്ട്. ചിമ്പാൻസികൾ കൂട്ടമായി ഒരു കൂട്ടത്തിൽ ജീവിക്കുന്ന ചിമ്പാൻസികൾ തന്നെ പരസ്പരം കലഹിക്കുന്നത് കാണാം. ചെന്നായ്ക്കൾ പരസ്പരം കടിപിടി കൂടുന്നത് കാണാം. അപ്പം കൂട്ടമായി ജീവിക്കുന്ന വ്യക്തികളുടെ ആയിക്കോട്ടെ മൃഗങ്ങളുടെ ആയിക്കോട്ടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാവും. അത് മനുഷ്യന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്നതായ വ്യക്തികൾ ഒന്നിച്ചുകൂടി ജീവിക്കുമ്പോൾ, കൂട്ടമായി ജീവിക്കുമ്പോൾ അവിടെ കലഹങ്ങൾ ഉണ്ടാകും. അത് ദൈവത്തിന്റെ സഭയിലും ഉണ്ടാകും. അപ്പോസ്തലനായ പൗലോസ് ആ ഒരു കലഹം കൊരിന്ത്യ സഭയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ കലഹങ്ങൾ, പിന്നെ എന്താണ്, വിരുദ്ധ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഒക്കെ കൂട്ടമായി ജീവിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകും. പക്ഷെ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. താൻ വേല ചെയ്ത് താൻ അവിടെ ചെന്ന് പ്രസംഗിക്കുകയും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിയോഗിക്കപ്പെട്ട് കുറെ ആൾക്കാർ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് അവിടെ സഭയുണ്ടായി. ആ സഭയിൽ അംഗങ്ങളായിരുന്നപ്പോൾ താൻ അവിടെ നിന്ന് മാറി മറ്റൊരു പ്രദേശത്തേക്ക് പോയപ്പോൾ പൗലോസിന് അറിയാൻ കഴിയുന്നത്, ആ സ്ഥലത്ത് താൻ നേരത്തെ ജോലി ചെയ്ത സ്ഥലത്ത് കൊരിന്ത്യയിലെ സഭയിൽ എന്ത് ചെയ്യുന്നു? ഭിന്നത ഉണ്ടായിരിക്കുന്നു, പക്ഷങ്ങൾ ഉണ്ടായിരിക്കുന്നു, വിഭാഗീയത ഉണ്ടായിരിക്കുന്നു. അപ്പം അതിനെ എങ്ങനെ തരണം ചെയ്യണം? അത് വളരെ ഹൃദയവേദനയോടുകൂടിയാണ് പൗലോസ് അവർക്ക് എഴുതുന്നത്. അപ്പോൾ ഇതിങ്ങനെ പാടില്ല. എന്താണ് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം ഇങ്ങനെ വരാൻ കാരണം? ഇങ്ങനെ പാടില്ല, നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നത്. ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിഭാഗീയത ഉണ്ടാകും. നമ്മുടെ ഈ കാലഘട്ടത്തിലെ സഭയിലും അത് ഉണ്ട്. അപ്പം ഇത് നമുക്ക് അത്യന്തം അപേക്ഷിതമാണ്. എങ്ങനെയാണ് ഈ വിഷയങ്ങളെ തരണം ചെയ്യേണ്ടതെന്ന് നമ്മൾ ഈ ആഴ്ച ചിന്തിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ ദൈവമക്കൾക്കും ഈ പാഠഭാഗത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ചത്തെ പാഠം പറയുന്നത് സഭയിലെ സംഘങ്ങളുടെ പ്രശ്നം. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഐക്യത ഉള്ളവരായിരിക്കണം എന്നാണ് പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ഐക്യത ഉള്ളവരായിരിക്കണം. അത് ആദ്യത്തെ 1, 2, 4 അധ്യായങ്ങളിൽ മാത്രമല്ല, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നാം മൊത്തം നോക്കുമ്പോഴും പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഐക്യത ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകരുത്, നിങ്ങൾ ഐക്യതയുള്ളവരായിരിക്കണം എന്നാണ് പൗലോസ് അവരെ സൂചിപ്പിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ട് എന്ന് പൗലോസ് എടുത്തു പറയുന്നു. നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ട്. അതിനുവേണ്ടി പൗലോസ് കുറെ പദങ്ങൾ ഉപയോഗിക്കുന്നു. കൊരിന്ത്യ സഭയിൽ ഐക്യമില്ലായ്മ പൗലോസ് വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഐക്യതയില്ല, നിങ്ങൾ പലരുടെയും പക്ഷക്കാരാണ്. അതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ സ്കിസ്മ, പിന്നെ എറിസ് എന്നൊക്കെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് അവരോട് പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ട്, തർക്കമുണ്ട്. പുതിയ നിയമത്തിൽ ചില സ്ഥലങ്ങളിൽ ഇത് കാണുന്നുണ്ട്. എന്താണ് വിഭജിക്കുക, സ്കിസ്കോ എന്ന പദങ്ങളൊക്കെ. അപ്പം പൗലോസ് അവരോട് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ട്, തർക്കമുണ്ട്, ഐക്യതയില്ല എന്ന് അവരോട് പറയുകയാണ്. അപ്പം പൗലോസ് പറയുന്നതാണ്, നിങ്ങൾ ഇതെല്ലാം വിട്ട് മാറണം. കാരണം പൗലോസ് അവരുടെ ഒരു കാര്യം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ദൈവത്തിന്റെ പക്ഷക്കാർ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ ഒക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഇടയിൽ എന്തുണ്ട്? ഐക്യതയില്ല, തർക്കമുണ്ട്, വിഭാഗീയതയുണ്ട്. ഈവൻ നിങ്ങൾ തിരുവത്താഴം എടുക്കുമ്പോൾ പോലും
നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് എന്തുണ്ട്? നിങ്ങൾക്ക് തർക്കമുണ്ട്, നിങ്ങൾ വിഭാഗീയമായി ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പൗലോസ് അവിടെ എന്ത് പറയുന്നു? നിങ്ങൾ കൊരിന്തിയ സഭയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് പൗലോസ് വ്യക്തമായി മനസ്സിലാക്കുന്നു. പൗലോസ് അവിടെ പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? തർക്കമുണ്ട്, നിങ്ങളുടെ ഇടയിൽ വിഭാഗീയതയുണ്ട്, നിങ്ങൾക്ക് ഐക്യതയില്ല എന്ന് പൗലോസ് അവരോട് വളരെ വ്യക്തമായി അതിൽ ആശങ്കാകുലനാണ് പൗലോസ്. കാരണം പൗലോസ് നോക്കുന്ന സമയത്ത് പൗലോസ് വളരെയധികം വെല്ലുവിളികളിലൂടെ, യാതനകളിലൂടെ കടന്നുപോയിട്ടാണ് അവിടെ സുവിശേഷം അറിയിക്കുന്നത്. നമ്മൾ മുൻപത്തെ പാഠത്തിൽ പഠിച്ചതുപോലെ പൗലോസ് പ്രതീക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ വേല അവിടെ പുരോഗമിക്കുവാൻ പൗലോസിന് കഴിഞ്ഞില്ല. ദൈവം ദർശനത്തിൽ പൗലോസിനോട് പറയുന്നത്, നീ ധൈര്യമായിരിക്കുക, ഒരാളും നിന്നെ തൊടുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് കുറെ ആൾക്കാരുണ്ട് എന്ന് പൗലോസിനെ, തളർന്ന പൗലോസിനെ, അല്ലെങ്കിൽ നിരാശനായി പോയ പൗലോസിനെ ദൈവം ശക്തീകരിച്ചത് കൊണ്ട് പൗലോസ് വീണ്ടും അവിടെ ജോലി ചെയ്യുകയും അവിടെ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുകയും അങ്ങനെ കെട്ടിപ്പടുത്തൊരു സഭയാണ്. ആ സഭയിലാണ് എന്തുണ്ടാകുന്നത്? വിഭാഗീയത ഉണ്ടാകുന്നത്. അത് പൗലോസിനെ വല്ലാതെ ആശങ്കപ്പെടുത്തി. അതുകൊണ്ടാണ് പൗലോസ് അവിടെ പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. അവരുടെ തെറ്റ് ചൂണ്ടിക്കാണി, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്ന് പറയുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ സഭകളിലും ഇത്തരം ഭിന്നതകളുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ സഭകൾ സ്ഥാപിക്കുവാൻ വേണ്ടി കഷ്ടത അനുഭവിച്ചത് പൂർവികന്മാർ, അവർ പലരും ജീവിച്ചിരിക്കുന്നവരായിരിക്കും, പലരും മൺമറഞ്ഞു പോയിരിക്കാം. എത്രമാത്രം ആശങ്കാകൂലരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന്റെ സഭ സ്ഥാപിക്കുവാൻ വേണ്ടി യാതന അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ സഭകളിൽ ഇത്തരം ഭിന്നതയുണ്ടോ എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പൗലോസ് പറയുന്നത്, നിങ്ങൾ കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങളുടെ സഭയിൽ ഉണ്ട്, നിങ്ങളുടെ സഭയിൽ ഭിന്നത ഉണ്ട്. നിങ്ങൾ തിരുവത്താഴത്തിന് ആയിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മത്സരത്തിന്റെ പാതയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. നാം ഈ പാഠം പഠിക്കുമ്പോൾ ഒരു സ്വയം അവലോകനം നമുക്ക് നല്ലതാണ്. നമ്മുടെ സഭകളിൽ ഇത്തരം ഭിന്നതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. യേശുവിൽ കേന്ദ്രീകരിച്ചു. ഇതാണ് തിങ്കളാഴ്ചത്തെ പാഠം. ഇവിടെ പറഞ്ഞേ, ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുക എന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? പൗലോസ് അങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിൽ നിങ്ങൾ യോജിച്ചിരിക്കണം എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത് നാം ചിന്തിക്കുമ്പോൾ, നാം ഇവിടെ നമ്മുടെ സഭകളിൽ, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിൽ ഓരോ പക്ഷങ്ങൾ അവർ രൂപീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളായി അവർ വിഭജിക്കപ്പെട്ടപ്പോൾ, വിഭാഗീയത ഉണ്ടായപ്പോൾ അവരാരെയാണ് പുറന്തള്ളിയതെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഞാൻ ഇന്ന പക്ഷക്കാരൻ, ഞാൻ ഇന്ന പക്ഷക്കാരൻ, ഞാൻ ഇന്ന പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് പുറന്തള്ളപ്പെടുന്നത് എന്ന് നാം പരിശോധിച്ചാൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഏതിനാൽ വിളിക്കപ്പെട്ടുവോ, അല്ലെങ്കിൽ ആരുടെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടുവോ, എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടുവോ, ആ ലക്ഷ്യത്തിൽ നിന്നും ആ വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. ആ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകുന്നു. അപ്പം നമ്മൾ അവിടെ വിഭാഗീയത ഉണ്ടാക്കുമ്പോൾ, ദൈവത്തിന്റെ ആലയത്തിൽ വിഭാഗീയത ഉണ്ടാക്കുമ്പോൾ നാം മാറ്റുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആരിലാണ്? പൗലോസ് അല്ല നിങ്ങളെ സ്നാനപ്പെടുത്തിയത്, അല്ല പൗലോസിന്റെ നാമധേയത്തിലല്ല നിങ്ങൾ സ്നാനപ്പെട്ടത്, പൗലോസ് അല്ല നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. നിങ്ങൾ ആരുടെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് സ്നാനപ്പെട്ടത്. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾ പല ഗ്രൂപ്പുകളായി മാറിയിരിക്കുന്നല്ലോ. ക്രിസ്തു അങ്ങനെ പല ഗ്രൂപ്പുകളായി മാറ്റപ്പെട്ടുവോ? പൗലോസ് അവരോട് ചോദിക്കുകയാണ്. ഹൃദയവേദനയോടുകൂടി എന്നാ പറഞ്ഞത്, ആശങ്കയോടുകൂടി പൗലോസ് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടല്ലോ. കുറച്ചുപേർ പല അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്നും, കുറച്ചുപേർ പൗലോസിന്റെ പക്ഷക്കാരെന്നും, കുറച്ചുപേർ വേറെ പക്ഷവും പറയുന്നുണ്ടല്ലോ. ഈ പക്ഷങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആരെയാണ് മാറ്റുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഈ നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. പൗലോസോട് ചോദിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? കർത്താവായ പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനം ഏറ്റത്? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു? ഇല്ല എന്നാണ് ഇതിന്റെ ഉത്തരം. പൗലോസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇല്ല എന്നാണ്. എന്നിട്ട് പൗലോസോട് പറയുന്നത്, നിങ്ങളെല്ലാം ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും അതിലെ അവയവങ്ങളുമാണ്.
ഓരോ അവയവത്തിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. എല്ലാ അവയവവും ഒരുപോലെ നീളവും ഒരുപോലെ വണ്ണവും ഒരുപോലെ വീതിയും ഉള്ളതല്ല. പക്ഷേ ആ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് എല്ലാ അവയവങ്ങളും അവരവരെ ഏൽപ്പിച്ചതായ ദൗത്യം പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ ആ ശരീരം എന്ത് ചെയ്യുള്ളൂ, ശരിയായ രീതിയിൽ പോവുകയുള്ളൂ. ഐക്യത്തോടുകൂടി കണ്ണ് കണ്ണിന്റെ കാര്യങ്ങൾ ചെയ്യണം, ചെവി ചെവിയുടെ കാര്യങ്ങൾ ചെയ്യണം, മൂക്ക് മൂക്കിന്റെ കാര്യങ്ങൾ ചെയ്യണം, കൈ കരങ്ങൾ, ഇതൊക്കെ അവരവർക്കുള്ള അതാണ് ദൗത്യം. അത് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ ശരീരം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ഐക്യതയുള്ളവരായിരിക്കണം. ഇവിടെ സമാനതയല്ല പ്രശ്നം, ഞങ്ങളെല്ലാം തുല്യരാണ് എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് നിങ്ങളുടെ ഇടയിൽ ഐക്യം വേണം. അത് നിങ്ങൾക്കില്ലാതെ പോയി. ക്രിസ്തുവിന്റെ ശരീരവും അവയവങ്ങളുമായ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഐക്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് എനിക്കാവശ്യം നിങ്ങളുടെ ഇടയിൽ സമാനതയുണ്ടെന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ടായിരിക്കണം. അതിനുവേണ്ടി പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും എവിടെ? കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു എങ്കിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കേന്ദ്രീകരിക്കാൻ കഴിയും. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് മുൻപിൽ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നാം ഏതെങ്കിലും സഭാ നേതാക്കന്മാരുടെ പക്ഷത്തായി മാറും എന്നാണ് പൗലോസ് പറയുന്നത്. എന്നാൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന് സമർപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ കേന്ദ്രബിന്ദു നാം ക്രിസ്തുവിന്റെ പക്ഷക്കാരനായി മാറും. പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരനാവണം, അല്ലാതെ സഭാ നേതാവിന്റെ പക്ഷക്കാരനാവരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് എഴുതിയത് അങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ പക്ഷക്കാരാവും, നിങ്ങൾ ഒരു സഭയുടെ നേതാവിന്റെ പക്ഷക്കാരൻ ആകരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാൻ വേണ്ടി എന്ത് പറയുന്നു? ഇവിടെ പറയുന്നത്, മനുഷ്യാധിപതിമാരെ ചുറ്റിപ്പറ്റിയുള്ള സംഘങ്ങൾ രൂപപ്പെടുമ്പോൾ സഭയ്ക്കുള്ളിലെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു? അവയുടെ ശരിയായ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കണം. അതിനുവേണ്ടി കറ്റാറ്റിസോ എന്നൊരു പദമാണ് അദ്ദേഹം പൗലോസ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ സഭയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സംഘങ്ങൾ, ഓരോ പാർട്ടികൾ, വിഭാഗങ്ങൾ രൂപപ്പെടുമ്പോൾ നിങ്ങൾ ഓർക്കണം, തിരികെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു ക്രിസ്തുവിലേക്ക്. നാം തിരികെ ക്രിസ്തുവിന്റെ അടുത്തേക്ക് പോകേണ്ടിയിരിക്കുന്നു. സഭാ നേതാക്കന്മാരുടെ പുറകെ പോയി ഓരോ വിഭാഗീയത ഉണ്ടാക്കുകയല്ല വേണ്ടത്, മറിച്ച് തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് വിളിയാളാണോ വിളിക്കപ്പെട്ടത്, നിങ്ങൾ അതിലേക്ക് മടങ്ങണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ്, പൗലോസിന്റെ ഏറ്റവും പരമപ്രധാനമായ സുവിശേഷം എന്ന് പറയുന്നത് ക്രൂശായിരുന്നു. കുതിരോട് പറയുന്നത്, നിങ്ങൾ ആ തലത്തിലേക്ക് അവിടേക്ക് തിരികെ എത്തണം. എങ്കിൽ മാത്രമേ നിങ്ങൾ സഭയിൽ ഐക്യത ഉണ്ടാകുകയുള്ളൂ. അല്ല എങ്കിൽ എന്ത് ചെയ്യും? ഓരോ സഭാ നേതാക്കന്മാരുടെ പുറകെ പോയി ഓരോ ഗ്രൂപ്പുകളായി എന്ത് ചെയ്യും? സഭയിൽ ഭിന്നത നിലനിൽക്കും എന്നാണ് പൗലോസ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു പാഠമാണ് നാം ചിന്തിക്കുന്നത്. സഭയിൽ ഐക്യത ഉണ്ടാകണമെങ്കിൽ നേതാക്കന്മാരെ നോക്കിയല്ല നമ്മൾ നിൽക്കേണ്ടത്, പുരോഹിതന്മാരെ നോക്കിയല്ല നാം പോകേണ്ടത്, ഒരാളെ നോക്കിയല്ല, മറിച്ച് ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ആയിരിക്കണം എന്നാണ് ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച പാഠം പറയുന്നത് ജ്ഞാനവും പക്വതയും. അതിന്റെ ആദ്യ വരി ഇങ്ങനെയാണ് പറയുന്നത്, പൊതുവെ പറഞ്ഞാൽ മനുഷ്യ നേതാക്കളുടെ അമിതമായ കാഴ്ചപ്പാടിൽ നിന്നാണ് സംഘങ്ങൾ അല്ലെങ്കിൽ പക്ഷങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഈ മനുഷ്യ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരുടെ ആയിക്കോട്ടെ, അവരുടെ അമിതമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന് വിരുദ്ധമായി ചില കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുമാണ് ഇന്നയാളുടെ സംഘം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുന്നു? സഭയിൽ ഉണ്ടാകുന്നതായ നല്ല അന്തരീക്ഷത്തെ ദുർബലപ്പെടുത്തുന്നു. ഒരു അഭിപ്രായം ഒരാൾ പറയുമ്പോൾ അതിന് വേറൊരു അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു തർക്കിച്ചെന്ത് ചെയ്യുന്നു? പരസ്പരം മത്സരം അവിടെ ഉണ്ടാകുന്നു. പരസ്പരം മത്സരത്തിന്റെ ഒരു അന്തരീക്ഷ സഭയിൽ ഉണ്ടാകുന്നു. ആർക്കും ആരെയും അംഗീകരിക്കാൻ കഴിയില്ല. ആർക്കും ആരുടെയും അഭിപ്രായത്തെ കേൾക്കുവാനുള്ള മനസ്സ് പോലും ചിലപ്പോൾ ഉണ്ടെന്ന് വരില്ല. നമ്മുടെയൊക്കെ സഭകളിൽ ഇന്ന് ഉള്ളതാണ് വിഷയം. ഇന്ന് എല്ലാ സഭകളിലും ഇന്ന് നടക്കുന്ന പല സഭകളിലും ഇന്ന് നടക്കുന്നൊരു വിഷയമാണ്. മത്സരത്തിന്റെ ആത്മാവ് നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷങ്ങൾ പറയുക, ഓരോരുത്തരെ
ഇന്ന പാസ്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, വേറൊരു പാസ്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഇന്ന പ്രസിഡന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, വേറൊരു പ്രസിഡന്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഈ പക്ഷങ്ങൾ നമ്മുടെ സഭയിൽ വരുമ്പോൾ നാം അവിടെ നിന്ന് ഒഴിവാക്കുന്ന ആരെയെന്നറിയാവോ? കർത്താവായ യേശു ക്രിസ്തുവിനെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പക്ഷത്താരാണ്? നാം മനുഷ്യർക്ക് വേണ്ടി ഓരോ പക്ഷം പിടിക്കുമ്പോൾ അവിടെ നിന്നും നാം അറിയാതെ നാം അവിടെ നിന്ന് ഒഴിവാക്കുന്നത് നമുക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് എന്ന് പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. അപ്പം കർത്താവ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ദൈവത്തിന്റെ മക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് വേണം? ആത്മീക പക്വത നമുക്ക് ആവശ്യമാണ്. അപ്പൊ എന്താണ് ആത്മീക പക്വത എന്ന് വെച്ചാൽ, ആത്മീക പക്വത നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ജ്ഞാനത്തെ വിലമതിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആത്മീക പക്വത നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്ന അർത്ഥം, ആത്മീക പക്വത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെ വിലമതിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് എന്ത്? ക്രൂശ് ചിലർക്ക് നശിക്കുന്നവർക്ക് മോക്ഷത്വവും, എന്താണ് പിന്നെ ജീവിക്കുന്നവർക്ക്, നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ മനുഷ്യന്റെ മാനുഷികമായ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനവുമായി നാം താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ജ്ഞാനം ഭോഷത്വമാണ് എന്ന് പറയും. അപ്പോൾ ആത്മീക പക്വത എന്ന് പറയുന്നത് ദൈവിക ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവിക ജ്ഞാനം ഞാൻ സമ്പാദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ലോകത്തിലെ ജ്ഞാനം വെറും ഭോഷത്വമാണ് എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ ആത്മീക പക്വത എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, പുനരുത്ഥാനം, ഇതെല്ലാം വിശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ ആത്മീക പക്വത വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിലും മരണത്തിലും പുനരുത്ഥാനത്തിലും ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നു. ഇത് നമുക്കുണ്ടായിരിക്കണം. ഒരുപക്ഷെ ലോകം അതിനെ ഭോഷത്വം എന്ന് പറയാം. പക്ഷേ ഒരു ആത്മീക പക്വത ലഭിച്ചിട്ടുള്ളതായ ദൈവത്തിന്റെ പൈതൽ അതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കണം. അടുത്ത് പറയുന്നത്, ആത്മീക പക്വത ലഭിച്ചതായ ഒരു ദൈവ പൈതൽ അവൻ ശിശുവല്ല, അവൻ പാലല്ല കുടിക്കുന്നത്, മറിച്ച് അവൻ കട്ടിയുള്ള ആഹാരം കഴിക്കുന്നു. അതിനർത്ഥം എന്ന് പറയുന്നത്, ആ ആത്മീക പക്വതയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നത്, അവൻ വിവേചിച്ചറിയുന്നു, സത്യമേതെന്ന് വിവേചിച്ചറിയുന്നു, ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വിവേചിച്ച് അറിയുന്നു എന്നാണ് പറയുന്നത്. അവൻ കുടിക്കേണ്ടത് പാലല്ല, ഒരു ശിശുവിനെ പോലെ അല്ല അവൻ പക്വതയുള്ളവനാണ്, ആത്മീക ജ്ഞാനമുള്ളവനാണ്. അവൻ സത്യം ഏതാണ് എന്നും അസത്യം ഏതാണ് എന്നും നന്മ ഏതാണ് എന്നും തിന്മ ഏതാണെന്നും തിരിച്ചറിയുവാനുള്ള കഴിവ് ഉള്ളൊരു വ്യക്തിയായിരിക്കണം ആത്മീക പക്വത എന്ന് പറയുന്നത്. അവൻ ശിശുവിനെ പോലെ ഒന്നും അറിയാതെ പാല് കുടിക്കുന്നവൻ അല്ല എന്ന് പറയുന്നു. അപ്പൊ നാം ചിന്തിക്കേണ്ടത്, ദൈവത്തിന്റെ സഭയിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭയുടെ ഐക്യത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം? പക്വത, ആത്മീക പക്വത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ട് എങ്കിൽ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറയില്ല, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരെന്ന് പറയില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിന്റെ പക്ഷക്കാരെന്ന് പറയും. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്. അതാണ് പറയുന്നത്, നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരാണ്. അങ്ങനെ നമുക്ക് സഭയെ കാണുവാൻ കഴിയും. നാം എല്ലാവരും ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ഞാനും നിങ്ങളുമൊക്കെ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ വയലും കെട്ടിടവും ആലയവുമാണ് എന്നൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം ആത്മീക പക്വത നമുക്കുണ്ടെങ്കിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യരുടെ പുറകെ ഒരിക്കലും പോകാൻ പാടില്ല. അതുപോലെ ചിലപ്പോൾ ഒരു പക്ഷേ നാം ഏറ്റവും അധികം വിശ്വസിച്ച, നാം ഏറ്റവും അധികം വലിയ ഭക്തനാണെന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ ഉള്ള ചില വ്യക്തികൾ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് മാറിപ്പോകും നമുക്ക് കാണാൻ കഴിയും, അല്ലേ? ഇന്നലകളിൽ നമ്മൾ പഠിപ്പിച്ചവർ, പക്ഷേ സഭയ്ക്കകത്ത് പഠിപ്പിച്ചവർ, നമുക്ക് സുവിശേഷം പറഞ്ഞു തന്നവർ, അവരൊക്കെ ഒരു സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഒരു സമയം കഴിയുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്നത് നമുക്ക് നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. എന്തേ നമുക്കപ്പം മനുഷ്യരുടെ പക്ഷത്ത് നിന്നവർ എന്ത് ചെയ്യും? അവരോട് അങ്ങ് പോകും. അതേസമയം ദൈവത്തിന്റെ പക്ഷത്തിലാണ് നാം നിൽക്കുന്നതെങ്കിൽ നാം എന്ത് ചെയ്യും? ആ സത്യത്തിൽ, ആ കുരിശിന്റെ സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കും. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആത്മീക പക്വതയുള്ളവരായിരിക്കണം. ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമാണ് ആത്മീക പക്വതയുള്ളവരായിരിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കഷ്ടപ്പാടിനെയും കുരിശു മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ജ്ഞാനവും അറിവുമുള്ളവരും, അത് നമുക്ക് ജീവിക്കുന്നവർക്ക്, നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുഗ്രഹമാണെന്ന് വിശ്വസിക്കാൻ വേണമെന്ന് പൗലോസ് ഈ പാഠത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ക്രിസ്തു സമാനമായ ദാസത്യം. ഇത് ബുധനാഴ്ച പാഠമാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് പക്ഷങ്ങൾ ഉണ്ടാകുന്നത് ചോദിച്ചാൽ ആത്മീയതയുടെ അഭാവത്തിലാണ് പക്ഷങ്ങൾ. ആത്മീയത ഇല്ല അവിടെ. പക്ഷം ഒരു പള്ളി, ഒരു ആലയത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വിവിധ പിന്നെ പ്രത്യേക ദൈവത്തിന്റെ ആലയത്തിൽ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാകുന്ന വെച്ചാൽ അവിടെ ആത്മീയത ഇല്ല. ആത്മീയത ഉണ്ട് എങ്കിൽ, നേരത്തെ പറഞ്ഞ ആത്മീയമായ പക്വത ഉണ്ട് എങ്കിൽ ഒരിക്കലും അവിടെ പക്ഷങ്ങൾ ഉണ്ടാകുകയില്ല. ഏതെങ്കിലും സഭയിൽ വിഭാഗീയത ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും സഭയിൽ വിവിധ പക്ഷങ്ങൾ, ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നാം മനസ്സിലാക്കണം അവിടെ എന്തില്ല? ആത്മീയതയില്ല. അതാണ് പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ഇടയിൽ പക്ഷങ്ങളുണ്ട്, വിഭാഗീയതയുണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് എന്തില്ല? ആത്മീയത ഇല്ല എന്ന് പറയുന്നു. പൗലോസ് പറയുന്നത് നാം ക്രിസ്തുവിനെ പോലെയാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപെടൽ എന്തായിരിക്കും? കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസ് അവരോട് പറയുന്ന കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കണം, നിങ്ങൾ ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊന്ന് ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ. നോക്കൂ, നമ്മുടെ സഭ ഇന്ന് കൊരിന്ത്യ സഭ ചെയ്തതുപോലെ ലോകത്തിന്റെ അംഗീകാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ഇവിടെ പറഞ്ഞത് സാംസ്കാരിക അംഗീകാരത്തിനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ് സഭയും സഭാ നേതാക്കളും. ദൈവത്തിന്റെ അംഗീകാരത്തെക്കാൾ ഉപരി പിന്നെ അവരെന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ നിന്നുള്ള അംഗീകാരത്തിന് വേണ്ടി അവർ പരക്കം പായുകയാണ് ചെയ്യുന്നത്. കൊരിന്ത്യയിലെ സഭയ്ക്കും അങ്ങനെ തന്നെ സംഭവിച്ചു, അപജയം സംഭവിച്ചു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭകളിലുമൊക്കെ ഇത് തന്നെ സംഭവിക്കാന്ന് നാം അതുകൊണ്ട് വളരെ ജാഗ്രതയോടിരിക്കുകയാണ് പൗലോസ് പറയുന്നത്. ഈ ലോകത്തിൽ നിന്നുള്ള പിന്നെ അംഗീകാരമല്ല നമുക്ക് ആവശ്യം. ദൈവത്തിന്റെ കുരിശ് എന്താണോ അത് ലോകത്തോട് പറയുവാനാണ് പൗലോസ് പറയുന്നത്. ഈ ലോകത്തിലുള്ള അംഗീകാരം ഒന്നും നമുക്ക് ആവശ്യമില്ല. അത് സഭയ്ക്കായിക്കോട്ടെ, സഭാ നേതാക്കന്മാർക്കായിക്കോട്ടെ. നമുക്ക് ആവശ്യം കർത്താവായ യേശു ക്രിസ്തുവിന് എന്ത് ചെയ്യണം? നിസ്വാർത്ഥമായ സേവനത്തിലൂടെ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലും എന്ത് ചെയ്യണം? ഉണ്ടാകണം എന്നാണ് പഠിപ്പിക്കുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ തയ്യാറാകണം. കർത്താവായ യേശു ക്രിസ്തു ആണല്ലോ ചെയ്തത്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ നാം തയ്യാറാകണം എന്ന് പറയാം. ആ ക്രിസ്തു സമാനമായ ദാസത്വം നമുക്കുണ്ടായിരിക്കണം. നാം അങ്ങനെ കർത്താവിന്റെ ദാസന്മാർ എന്ന് വിളിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാർ എന്നുകൂടി പൗലോസ് സംബോധന ചെയ്യുന്നു. ദൈവത്തിന്റെ ഗ്രഹവിചാരം എന്താണ്? ദൈവത്തിന്റെ ധനമാണ്. നാം ഉപയോഗിക്കുന്നതൊക്കെ നമ്മുടേതല്ല. നമുക്ക് ദൈവം ദാനമായി തന്നാണ്, നാം അത് ഉപയോഗിക്കുന്നു. നാം ഒന്നും നേടിയതല്ല. അപ്പം ദൈവത്തിന്റെ ദാസ്യത്വം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസ്യത്വം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാനും നമ്മെപ്പോലെ തന്നെ അവരെ കാണുവാനും നമുക്ക് കഴിയും. നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയും. മാത്രവുമല്ല, നാം ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ്. നാം ഉപയോഗിക്കുന്നതൊക്കെ ദൈവത്തിനുള്ളതാണ് എന്നൊരു ബോധവും നമുക്ക് ഉണ്ടാകണം. ദൈവം നമുക്ക് വേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. നാം ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരായിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നിസ്വാർത്ഥമായ സ്നേഹം, ആ കുരിശിലെ മരണത്തോളം നമ്മോട് കാണിച്ച സ്നേഹം നാം ഓർക്കുകയും അത് അനുകരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസീദാസന്മാരെന്ന പേരിന് അർഹമായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയും. ഭാഗം പറയുന്നത് ക്രൂശിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിത ശൈലി ഇവിടെ നിന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് നേതാക്കൾക്ക് ചുറ്റും സംഘങ്ങൾ രൂപീകരിക്കുക, അല്ലെങ്കിൽ ഒരു നേതാവിന്റെ കൂടെ കുറെ സംഘം, വേറൊരു നേതാവിന്റെ കൂടെ കുറെ സംഘം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നേതാവിനെയും അംഗീകരിക്കരുത് എന്നല്ല. ദൈവത്തിന്റെ ദാസന്മാരെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, പിന്നെ പിന്തുടരുവാൻ നല്ല മാതൃകകൾ കാണിച്ചവരെ നമ്മൾ എന്തിന് പിന്തുടരുക തന്നെ ചെയ്യണം. അവരെ ഒരിക്കലും അപമാനിക്കുവാനോ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ അല്ല പൗലോസ് പറയുന്നത്. മറിച്ച് ദൈവവേല ചെയ്യുന്നതായ വ്യക്തികൾ ഒരിക്കലും എന്തില്ല, ഇത്തരം വിഭാഗീയത ഉണ്ടാക്കില്ല, ഗ്രൂപ്പുകൾ ഉണ്ടാക്കില്ല. അതെന്തിന്റെ പേരിലായാലും അവരെന്ത് ചെയ്യും? കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ നോക്കിയാണ് അവർ ദൈവത്തിന്റെ സത്യത്തിലേക്ക് കടന്നു വന്നത്. അല്ല ഒരു പുരോഹിതന്റെ പിന്നെ നല്ല പ്രസംഗിക്കാനുള്ള കഴിവ് കൊണ്ടോ, ഇടപെടാൻ മാത്രമുള്ള കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ പാട്ടുപാടാനുള്ള കഴിവ് കൊണ്ടോ, വശീകരിക്കുവാനുള്ള വാക്കുകൾ കൊണ്ട് വശീകരിക്കുവാനുള്ള കഴിവ് കൊണ്ടൊന്നല്ല. മറിച്ച് അവർ വന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ സുവിശേഷം കേട്ടുകൊണ്ടാണ്. അതായിരിക്കണം നമ്മുടെ പ്രസംഗത്തിന്റെ കേന്ദ്രബിന്ദു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ നമ്മളെ വാക്ചാതുര്യം കൊണ്ടല്ല നമ്മൾ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക, മറിച്ച്
സത്യം ഏതാണ് എന്ന് അവരെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ അതിന്റെ അർത്ഥം പുരോഹിതന്മാരെ അപമാനിക്കണമെന്നോ അവരെ ബഹുമാനിക്കരുതെന്നോ അല്ല, മറിച്ച് അവരെ ബഹുമാനിക്കണം, അവർക്ക് ആവശ്യമായതെല്ലാ ബഹുമാനങ്ങളും നൽകണം. പക്ഷേ അവർ മാതൃകയാക്കേണ്ടവരാണെങ്കിൽ അവരുടെ നല്ല സ്വഭാവങ്ങളെ മാതൃകയാക്കാം. പക്ഷേ അവർക്ക് വേണ്ടി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പക്ഷമുണ്ടാക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നാം പക്ഷമുണ്ടാക്കിയാൽ നമ്മുടെ ക്രിസ്തു പുറന്തള്ളപ്പെടും എന്നുള്ളതാണ് പൗലോസ് ആമുഖത്തിൽ പറയുന്നത്. ഇവിടെ എന്ത് നമ്മൾ ചെയ്താലും എല്ലാത്തിന്റെയും മാനവമഹത്വവും ദൈവത്തിന്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. എല്ലാ മാനവമഹത്വവും പിതാവിന് കൊടുത്തു. അതുകൊണ്ട് ദൈവത്തിന്റെ വേലയിൽ ദൈവത്തിന്റെ ദാസന്മാർ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ആൾക്കാർ നമ്മെ എന്താണ് പുകഴ്ത്തി പറയുമായിരിക്കും. പക്ഷെ മാനവ മഹത്വവും ആൾക്കായിരിക്കണം? ദൈവത്തിനായിരിക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാം ദൈവത്തിന്റെ ഗ്രഹവിചാരകന്മാരാണ്. ദൈവം തന്നിട്ടല്ലാതെ ഒന്നും നമുക്ക് ഇല്ല. അത് നമ്മുടെ പ്രസംഗിക്കാനുള്ള കഴിവോ, പാഠം പഠിപ്പിക്കാനുള്ള കഴിവോ, പാട്ട് പാടാനുള്ള കഴിവോ, പ്രാർത്ഥിപ്പാനുള്ള കഴിവോ, സംസാരിക്കാനുള്ള കഴിവോ എന്ത് തന്നെ ആയിക്കോട്ടെ, ദൈവം തന്നിട്ടല്ലാതെ നമുക്കൊന്നും ഇല്ല. അപ്പം എല്ലാത്തിന്റെ മാനവ മഹത്വം ആർക്കായിരിക്കണം? സർവശക്തനായ ദൈവത്തിനായിരിക്കണം. അതിന്റെ ഏറ്റവും വലിയ മാതൃക, ദൈവസമനായി സ്വർഗത്തിലിരുന്നൊരു വ്യക്തി ഈ ഭൂമിയിൽ വന്നപ്പോഴും എല്ലാ മാനവവും മഹത്വവും പിതാവിന് കൊടുത്തു എന്നുള്ളതാണ്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ആരുടെയും പക്ഷം പിടിക്കണ്ട, മാനവ മഹത്വമാക്കായിരിക്കണം, ദൈവത്തിന് ആയിരിക്കണം. ഇവിടെ പറയുന്നത് പൗലോസിന്റെ അഭിപ്രായത്തില് വിശ്വസ്ത ക്രിസ്തീയ ശുശ്രൂഷ എന്താണ് വിശ്വസ്തമായ ക്രിസ്തീയ ശുശ്രൂഷ? അത് പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, ക്രൂശിന്റെ ദൈവശാസ്ത്രം എന്ന് നമുക്ക് വിളിക്കാവുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. ദൈവത്തിന്റെ ശുശ്രൂഷ വിശ്വസ്തമായ ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് ക്രൂശിന്റെ ദൈവശാസ്ത്രം എന്ന് നമുക്ക് വിളിക്കാവുന്നതിന് അടിസ്ഥാനമുള്ളതായിരിക്കണം എല്ലാ ക്രിസ്തീയ ശുശ്രൂഷയും. ദൈവത്തിന്റെ ജ്ഞാനത്തെയും രക്ഷിക്കുവാനുള്ള ശക്തിയുടെയും വെളിപ്പെടുത്തലാണത്. അപ്പം എന്തായിരിക്കണം ഒരു ക്രിസ്തീയ ശുശ്രൂഷ എന്ന് ചോദിച്ചാൽ, കുരിശിന്റെ ദൈവശാസ്ത്രത്തിൽ അടിസ്ഥാനമുള്ളതായിരിക്കണം എല്ലാ ശുശ്രൂഷയും. ആ ജ്ഞാനം കർത്താവായ ദൈവത്തിന്റെ ജ്ഞാനത്തെയും ദൈവത്തിന്റെ രക്ഷിക്കാനുള്ള ശക്തിയുടെയും വെളിപ്പെടുത്തൽ കൂടിയാണ് അത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ശുശ്രൂഷ കുരിശിനെ വെളിപ്പെടുത്തുന്നതാണോ എന്ന് നാം ചിന്തിക്കണം. ഇന്ന് നമ്മുടെ സഭയിൽ നടക്കുന്നതായ ശുശ്രൂഷകളൊക്കെ തന്നെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാണിക്കാനുള്ളതാണോ, അതോ കുരിശിനെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാണിക്കുവാനുള്ളതാണോ എന്ന് നാം മനസ്സിലാക്കണം. നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ശുശ്രൂഷകരായിരിക്കുന്ന, ദൈവത്തിന്റെ വയൽപ്രദേശത്ത് വേലക്കാരായിരിക്കുന്ന, ദൈവത്തിന്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന നാം മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ക്രിസ്തീയ നേതൃത്വത്തിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നത് ദൈവമാണ്. ഒരു ക്രിസ്തീയ നേതൃത്വം എങ്ങനെയായിരിക്കണം എന്നതിന്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. രണ്ടാമത് പറയുന്നത് കഷ്ടതയാണ് യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷയുടെ തിരിച്ചറിവ് മുദ്ര. നമുക്കറിയാം, പൗലോസ് കൊരിന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ വെല്ലുവിളികൾ എന്തായിരുന്നു? പൗലോസ് വിവിധ സ്ഥലങ്ങളിൽ അഥീനയിൽ പോയപ്പോഴും അവിടെ വെല്ലുവിളികൾ ഉണ്ടായി. ഒക്കെ എല്ലായിടത്തും പോയ സമയത്ത് പൗലോസിന് വെല്ലുവിളി ഉണ്ടായി. പൗലോസ് പറയുന്നത്, ഞങ്ങൾ എന്തിനു വിധിക്കപ്പെട്ടവർ? മരണത്തിന് വിധിക്കപ്പെട്ടവരാണ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ മരണവിധിയിൽ പൗലോസിനെ കുറിച്ചും അപ്പൊല്ലോസിനെ കുറിച്ചും പറയുന്നത്, ഞങ്ങൾ മരണവിധിയിൽ ഉൾപ്പെട്ടവരാണ്. കഷ്ടത അനുഭവിച്ചു, കപ്പൽ ഛേദം, ചാട്ടവാറടി, തണുപ്പ്, കൊടും തണുപ്പ്, പിന്നെന്താണ് വിശപ്പ്, രോഗം, പ്രയാസം ഒക്കെ പൗലോസിനുണ്ടായി. അതാണ് ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടതെന്നാണ് പൗലോസിനെ അപ്പൊല്ലോസിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ സാക്ഷ്യപ്പെടുന്നത്, ഞങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ടവർ, വിശന്നും ദാഹിച്ചും ഉടുപ്പാൻ ഇല്ലാതെയും കരഞ്ഞ് കുത്തുകൊണ്ടും സ്ഥിരവാസം ഇല്ലാതെയും ഇരിക്കുന്നവരായി. ഏത് രാജ്യത്ത്? കുരിന്തിയിലിരിക്കുമ്പോൾ അവരെ കളിയായിരുന്നു. അവർ സമ്പന്നർ, രാജാക്കന്മാർ. അപ്പൊ അവരെ ഇങ്ങനെ പറയുന്നത്, കുരിന്തിയിലുള്ള സമ്പന്നന്മാരാണ്, രാജാക്കന്മാർ, ജ്ഞാനികളായിരുന്നു. അവരുടെ ഇടയിലാണ് ഞങ്ങൾ ഈ യാതന അനുഭവിച്ചത്. നോക്കൂ അവരുടെ ജീവിത ശൈലി എങ്ങനെയായിരുന്നു. അവർ വിശന്നിരുന്നു, തളർന്നു, കുത്തുവാക്കുകൾ കൊണ്ടു, അവർക്ക് പീഡനം സഹിച്ചു എന്നാണ് പറഞ്ഞത്. നാം ഇന്ന് ആരാധിക്കുന്നതായ നമ്മുടെ സഭകളിൽ ഈ വിഭാഗീയതകളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മുടെ പൂർവികരെ ഒന്ന് പൂർവികരെ പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്ത് ലക്ഷ്യത്തോടു കൂടിയാണോ അവർ ദൈവത്തിന്റെ ആലയം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനവുമായി ഇന്ന് പോലും സഞ്ചരിക്കുവാൻ ദുഷ്കരമായ പ്രദേശങ്ങളിലൂടെ
വർഷങ്ങൾക്ക് മുൻപ് അവർ സഞ്ചരിച്ചിരുന്നു. അവർ കഷ്ടത അനുഭവിച്ചു. അവർ ആഹാരമില്ലാതെ കഴിഞ്ഞ രാത്രികളുണ്ട്, ദിവസങ്ങളുണ്ട്. അവർക്ക് കുടിക്കാൻ ജലം കിട്ടാതെ നടന്നുപോയതായ കാലഘട്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങി കൊടുക്കാൻ കഴിയാത്തവരുണ്ട്, രോഗത്താൽ ഭാരപ്പെട്ടവരുണ്ട്, രാത്രി വാഹനമില്ലാതെ നടന്ന് തിരികെ ഭവനങ്ങളിലെത്തിയവരുണ്ട്. അനേക ദിവസം ഭവനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യേണ്ടതായ ദൈവത്തിന്റെ ദാസിദാസന്മാർ ഈ ഭൂമുഖത്ത് ജീവിക്കുകയും ജീവിച്ചിരുന്നവരുമുണ്ട്. നമ്മുടെ പൂർവികന്മാർ അങ്ങനെ യാതനകളും കഷ്ടതകളും അനുഭവിച്ചിട്ടാണ് ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ ഈ കുരിശിന്റെ സുവിശേഷം ഈ ലോകത്ത് ഈ നമ്മൾ ഇന്ന് ആരാധിക്കുന്നതായ ഈ പ്രദേശങ്ങളിൽ അവർ പ്രചരിപ്പിച്ചവർ. നമുക്ക് ഒരുപക്ഷെ പലപ്പോഴും അതിന്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. രാത്രി കാലങ്ങളിൽ വനാന്തരത്തിലൂടെ അല്ലെങ്കിൽ വനാന്തരങ്ങളിലൂടെ ഏകാന്തമായ വഴികളിലൂടെ, പഴയ പെട്രോൾ മാക്സ് എന്ന് പറയും, എത്ര പേർക്ക് അത് അറിയാമല്ലോ, പെട്രോൾ മാക്സും കത്തിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനകൾക്ക് പോയി തിരിച്ചു വരുന്നതായ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയുകയും പലരും പറഞ്ഞു കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചവർ പക്ഷെ ഇന്നും കാണും. മണ്ണെണ്ണ വിളക്കിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുകയും മണ്ണെണ്ണ വിളക്കിന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് പഠിക്കുകയും ചെയ്തതായ ധാരാളം ആൾക്കാർ ഇന്നുമുണ്ട്. അവരനുഭവിച്ച കഷ്ടതകളും അവരനുഭവിച്ചത് കൊടിയ പീഡനങ്ങളും ഒക്കെ തന്നെ അവരുടെ ജീവിതശൈലി എങ്ങനെയുള്ളതായിരുന്നു? കഷ്ടതയുടേതായിരുന്നു. നല്ല ഭവനത്തിൽ ജനിക്കുകയും നല്ല വിദ്യാസമ്പന്നരായിരിക്കുകയും സമ്പന്നതയിൽ വളരുകയും ചെയ്തവർ ദൈവത്തിന്റെ ഈ സത്യം അറിഞ്ഞപ്പോൾ അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് അതിലേക്ക് വന്നവർ എത്രയോ പേർ നമുക്കുണ്ട്. അവർ വന്നപ്പോൾ അവരുടെ കുടുംബം അവരെ പഴിച്ചു, സമൂഹം അവരെ ഒറ്റുകൊടുത്തു, കൂട്ടുകാർ അവരെ പുറന്തള്ളി. പക്ഷെ അവരെന്ത് ചെയ്തു? ആ കുരിശിന്റെ സുവിശേഷം അവർ മുറുകെ പിടിച്ചു. അങ്ങനെ നമ്മൾ പൂർവ്വകാലത്തേക്ക് നോക്കും, നമ്മൾ പഴയ കാലത്തിലേക്ക് നോക്കുമ്പോൾ യാതനകളും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ചു കൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി ഈ മാർഗദീപം തെളിയിച്ചത്. അവിടെയാണ് നാം ഇന്നിരുന്നു കൊണ്ട് വിഭാഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്. അവിടെയാണ് നാം ഇന്നിരുന്നു കൊണ്ട് വിഭാഗീയത വാർത്തെടുക്കുന്നത്. നമ്മുടെ പൂർവികൻ നമുക്ക് കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. ഒരു നേതാവിനെയുമല്ല, ഒരു പുരോഹിതനെയുമല്ല, ഒരു പ്രസിഡന്റിനെയുമല്ല. നമുക്ക് കാണിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. അവരതിനു വേണ്ടിയാണ് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, കഷ്ടതകൾ സഹിച്ചുകൊണ്ട്, വിശപ്പ് സഹിച്ചുകൊണ്ട്, പട്ടിണി സഹിച്ചുകൊണ്ട് അവർ ദൈവത്തിന്റെ വേല ചെയ്തത്. ഇന്നും സഞ്ചരിക്കുവാൻ പ്രയാസമേറിയ വഴികളിൽ നമ്മുടെ സഭായോഗങ്ങളും സഭാ കൂട്ടായ്മകളുണ്ട്. ആലോചിച്ച് നോക്കൂ. ഇന്ന് പോലും സഞ്ചരിക്കുവാൻ പ്രയാസമേറിയ ആ വഴികളിലൂടെ അന്ന് സഞ്ചരിച്ചൊരു പുരോഹിതനുണ്ടായിരുന്നു, ഒരു ദൈവത്തിന്റെ ദാസനുണ്ടായിരുന്നു. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ദൈവത്തിന്റെ ദാസന്മാർ നമുക്ക് വേണ്ടി അവർ വഴിയൊരുക്കുവാൻ പോയി എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. നമ്മുടെ സഭകളിൽ നാം മത്സരിക്കുമ്പോൾ, ഞാൻ എന്ന ഭാവത്തിൽ നാം നിൽക്കുമ്പോൾ, ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ അഭിപ്രായം മാത്രം മതി ഇവിടെ എന്ന് നാം ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പുറന്തള്ളിയിരിക്കുന്നു, നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ത്യജിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഭകളിലുള്ള മത്സരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് കൈമാറി തന്ന ഈ വലിയ നന്മയെ കൈവിട്ട് കളയാതെ, അതിൻ്റെ മഹിമയെ കെടുത്താതെ, ഒരല്പം വേദനയോടുകൂടി അല്ലാതെ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നാം ഇന്ന് സുഖത്തിലും സന്തോഷത്തിലുമാണ് ജീവിക്കുന്നതെങ്കിലും നമ്മുടെ പൂർവികർ ഈ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർ വളരെ കഷ്ടതയിലും യാതനയിലും പരിഹാസത്തിലൂടെയും കടന്നുപോയവരാണ്. അവരുടെ ലക്ഷ്യം പിൻതലമുറക്കാർ ദൈവത്തിന്റെ വഴിയിൽ നിന്നും വേറിട്ട് നടക്കുവാൻ, സഞ്ചരിക്കുവാൻ പാടില്ല എന്നുള്ളതായിരുന്നു. ഈ കുരിശ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം എല്ലാവർക്കും എത്തിക്കണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ യാതനകളൊക്കെ സഹിച്ചത്. എന്നാൽ ഇന്ന് നാം ആ യാതനകളും വേദനകളും പ്രയാസങ്ങളും മറന്നുകൊണ്ട് കർത്താവായ യേശു, അവർ ആരെയാണോ നമ്മുടെ മുൻപിൽ സ്ഥാപിച്ചത്, ആ കർത്താവായ യേശുക്രിസ്തുവിനെ മാറ്റി നമ്മൾ നേതാക്കന്മാരുടെ പുറകെ മത്സരികളായി വിഭാഗീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു വരണം. അതാണ് പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്, നിങ്ങൾ തിരിച്ചു വരണം. തിരിച്ചു വന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസത്തിൽ നാം ആയിരിക്കണം. ക്രിസ്തുവല്ലാതെ, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് അല്ലാതെ
മറ്റെന്തിനെക്കുറിച്ചും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ പൗലോസിനെ പോലെ എൻ്റെ സഭയിൽ ഞാൻ ആരാധിക്കുന്ന സ്ഥലങ്ങളിൽ ക്രിസ്തുവല്ലാതെ എനിക്ക് മറ്റൊരാളില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠപഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ശ്രവിച്ചുകൊണ്ടിരുന്ന, ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് കർത്താവെ ഞങ്ങൾ കേട്ടു. ദൈവമേ, അങ്ങയുടെ ദാസീദാസന്മാർ, ഞങ്ങളുടെ പൂർവികർ കർത്താവെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതായ ഈ വലിയ സുവിശേഷത്തിന്റെ, ഈ വലിയ സത്യത്തിന്റെ മഹത്വത്തെ കെടുത്തിക്കളയാതെ കർത്താവെ, ദൈവമേ, മത്സരികളാകാതെ താഴ്മയുള്ളവരായി വിനയമുള്ളവരായി കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഞങ്ങളെന്ന ബോധത്തോടു കൂടി ജീവൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തതായ അങ്ങയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈഡൻ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുത്ത താലന്തുകൾ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന മാറ്റങ്ങൾ എന്താണെന്ന് അനുഭവിച്ചറിയുവാനും അത് സാക്ഷ്യമായി മാറുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാഥാ, ഇതിന്റെ ഭാഗമാകുവാൻ വിളിച്ച വലിയ വിളിക്കായി അടിയൻ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അഹങ്കരിച്ചു പോകാതെ, നെഗളിച്ചു പോകാതെ ഏറ്റവും താഴ്മയിൽ അങ്ങയുടെ വേല ചെയ്യുവാൻ സഹായിക്കണേ. സർവ്വ നന്മകളും കൊണ്ട് നിറയ്ക്കണം. വീണ്ടും കണ്ടുമുട്ടുവോളം ഞങ്ങളെല്ലാവരും അങ്ങയുടെ കൃപയിൽ കാത്തുകൊള്ളണം. സർവവും യേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.